അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. വ്യാസവിരചിതമായ ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ വേദവ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നു. അതിൽ 2-ാമത്തെ അധ്യായത്തിൽ 69-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ചൊല്ലി ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. പ്രഥമസ്കന്ധമാരഭ്യ ശ്രീനാരദമുഖോദ്ഗതം ശുശ്രാവ വസുദേവശ്ച ഭക്ത്യാ ഭാഗവതാമൃതം. നവമേഹി കഥാപൂർത്തൗ പുസ്തകം വാചകം തഥാ പ്രസന്ന പൂജയാമാസ വസുദേവോ മഹാമനാ. അധ തത്ര ബിലസ്യാന്ത കൃഷ്ണജാംബവതോർമൃധേ കൃഷ്ണമുഷ്ടിവിനിഷ്പാതശ്ലധാംഗോ ജാംബവാനഭൂൽ. അധാഗതസ്മൃതിസ്സോഹി ഭഗവന്തം പ്രണമ്യ ച ഉവാച പരയാ ഭക്ത്യാ സ്വാപരാധം ക്ഷമാപയൻ. ജ്ഞാതോസി രഘുവര്യസ്ത്വം യദ്രോഷാത്സരിതാം പതി. ക്ഷോഭം ജഗാമലങ്കാം ച രാവണ സാനുഗോ ഹത. സ ഏവാസി ഭവാൻ കൃഷ്ണ മദ്ദൗരാത്മ്യം ക്ഷമസ്വ ഭോ. ബ്രൂഹി യത് കരണീയം മേ ഭൃത്യോഹം തവ സർവധാ. ശ്രുത്വാ ജാംബവതോ വാചമബ്രവീജ്ജഗദീശ്വര. മണിഹേതോരിഹ പ്രാപ്താ വയമൃക്ഷപതേ ബിലം. ഋക്ഷരാജസ്തതഃ പ്രീത്യാ കന്യാം ജാംബവതീം നിജാം. ദദൗ കൃഷ്ണായ സംപൂജ്യ സ്യമന്തകമണിം തഥാ. സതാം പത്നിം സമാദായ മണിം കണ്ഠേ തഥാ ദധൽ. അഭിമന്ത്രക്ഷരാജം ച പ്രതസ്ഥേ
ദ്വാരകാം പ്രതി. കഥാസമാപ്തി ദിവസേ വസുദേവ ഉദാരധീ ബ്രാഹ്മണാൻ ഭോജയാമാസ ദക്ഷിണാഭിരതോഷയൽ. ആശീർവാദം പ്രയുഞ്ജാന ദ്വിജാ യൽ സമയേ ഹരി ആജഗാമ ക്ഷണേ തസ്മിൻ പത്ന്യാ സഹ മണിം ദധൽ. ഭാര്യയാ സഹിതം കൃഷ്ണം വസുദേവ പുരോഗമാം ദൃഷ്ട്വാ ഹർഷാശ്രുപൂർണാക്ഷാ സമവാപു പരാം മുദം. ദേവർഷിർനാരദശ്ചാധ കൃഷ്ണാഗമനഹർഷിത ആമന്ത്ര്യ വസുദേവം ച കൃഷ്ണം ബ്രഹ്മസഭാം യയൗ. ഹരിചരിതമിദം യൽ കീർത്തിതം ദുര്യശോഘ്നം പഠതി വിമലഭക്തിയാ ശുദ്ധചിത്ത ശൃണോതി സ ഭവതി സുഖപൂർണ സർവദാ സിദ്ധികാമോ ജഗതി ച വപുഷോന്തേ മുക്തിമാർഗം ലഭേച്ച. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീസ്കന്ദപുരാണേ മാനസഖണ്ഡേ ദേവീ ഭാഗവതമാഹാത്മ്യേ ദ്വിതീയോധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യ ഭാഗത്തിൽ സ്കന്ദപുരാണത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 69 മുതൽ 82 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ ഭാഷാഗാനമായി അമ്മയുടെ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശ്രീനാരദ മഹർഷി തൻ മുഖത്തിൽ നിന്നുണർന്നതാം ശ്രീമദ്ദേവി ഭാഗവത കഥാമൃതത്തെ ശ്രദ്ധയോടെ ഭക്തിയോടെ പ്രഥമസ്കന്ധം മുതൽക്കെ ശ്രീഫലം സമർപ്പിച്ചു വസുദേവർ കേട്ടു. ഓംകാരസ്വരൂപിണി തൻ മാഹാത്മ്യമാം ഭാഗവതം 9 ദിനങ്ങളിലായി സമർപ്പിച്ചപ്പോൾ ഓമനപുത്രനെയോർത്ത് നമിച്ചല്ലോ വസുദേവൻ. ഒന്നാമതായി ഗ്രന്ഥത്തിനെ പിന്നെ മുനിയേ. ആ സമയം ഗുഹ തന്നിൽ ശ്രീകൃഷ്ണനും ജാംബവാനും അത്യധികമായ യുദ്ധം നടത്തിയല്ലോ. അച്യുതൻ്റെ ശക്തമായ മുഷ്ടിയുടെ താടനത്താൽ അംഗങ്ങൾ തളർന്നിരുന്നു ജാംബവാൻ താനും. അടിയേറ്റ ജാംബവാന്റെ അകക്കണ്ണു തുറന്നല്ലോ. അറിഞ്ഞല്ലോ യാഥാർത്ഥ്യത്തെ രാമൻ താൻ കൃഷ്ണൻ.
അത്യധിക ഭക്തിയോടെ വീരനാകും ജാമ്പവാനോ അപരാധം ക്ഷമിക്കണേ എന്നപേക്ഷിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരുടെ കോപത്തിനാലെ സമുദ്രവും ശ്രീലങ്കയും ആകെ ഇളകി മറിഞ്ഞു, അതുപോലവേ അത്യുഗ്രനാം രാവണനും സൈന്യങ്ങളും മരിച്ചുവോ. ആ രാമനാണവിടുന്ന് അറിയുന്നു ഞാൻ. കാരുണ്യമൂർത്തിയാം കൃഷ്ണ അവിടുന്നു രാമൻ തന്നെ. കനിയണേ പൊറുക്കണേ എന്നപരാധം. കൽപ്പിക്കുക ഈയുള്ളവൻ എന്തു ചെയ്തിടേണമെന്ന്. കാർവർണ്ണ ഞാനവിടുത്തെ ഭൃത്യനാണല്ലോ. ജാമ്പവാനാം ഭക്തൻ തൻ്റെ മധുരമാം വാക്കു കേട്ടു. ജനാർദ്ദനൻ ശ്രീകൃഷ്ണനും ഏവം പറഞ്ഞു. ജഗത്സാക്ഷി തൻവരമ ഈ മണിയെ തേടിയല്ലോ. ജാമ്പവാനെ തവ ഗുഹ തന്നിൽ ഞാൻ വന്നു. ജാമ്പവാനാം വൃക്ഷരാജൻ ഭക്തിയോടെ പൂജിച്ചല്ലോ. ജനാർദ്ദന പാദങ്ങളിൽ വീണു നമിച്ചു. ജാമ്പവതിയെയുമൊപ്പം സ്യമന്തകരത്നത്തെയും ജനാർദ്ദനനേകിയല്ലോ ഭക്തജാമ്പവാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സതീരത്നം ജാമ്പവതി ശ്രീകൃഷ്ണന്റെ ഭാര്യയായി. സ്യമന്തകരത്നം കൃഷ്ണൻ മാറിലണിഞ്ഞു. സാദരം അനുവാദവും വാങ്ങി കൃഷ്ണൻ മടങ്ങിന. സുന്ദരിയാം ഭാര്യയ്ക്കൊപ്പം സുന്ദരരൂപൻ. ദേവി ഭാഗവത കഥ സമർപ്പിച്ച ദിനം വസുദേവർ ഏറെ ബ്രാഹ്മണരെ ഊട്ടിനാൻ മുതാ. ദക്ഷിണയും വേണ്ട പോലെ ഭക്തിയോടെ നൽകിയല്ലോ. ദ്വിജകുലമൊന്നടങ്കം സന്തോഷിച്ചല്ലോ. വിപ്രജനം വസുദേവ ശിരസിലായി കൈവയ്ക്കവേ വിസ്മിതരായി ദ്വാരകയിലുള്ളവരെല്ലാം. വിഷ്ണുവിൻ്റെ അവതാരം ജാമ്പവതിയൊത്തു ചേർന്നു. വിടർന്ന ചിരിയുമായി അവിടെയെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സഭാര്യനായി തൻ്റെ പുത്രൻ തിരിച്ചു വന്നതു കണ്ടു. സർവേശ്വരിയെ സ്മരിച്ചു വസുദേവനും. സന്തോഷിച്ചു പൗരന്മാരും ഈ സമയം അത്യധികം. സന്തോഷാശ്രു നിറഞ്ഞല്ലോ കണ്ണിലാവോളം. നാരായണൻ ശ്രീകൃഷ്ണനു വന്ന നേരം ദേവർഷിയ നാരദനു യാത്രാമൊഴി ചൊല്ലി സാമോദം.
നന്മ നേർന്നു ബ്രഹ്മസഭ തേടിയല്ലോ സുരർഷിയും നാരായണീ നാമം ചൊല്ലി വസുദേവനും ദുഷ്കീർത്തിയെ ഇല്ലാതാക്കും ഹരിയുടെ ഈ ചരിത്രം ദുഃഖം തീരും ഭക്തിശുദ്ധനായി പഠിച്ചാൽ ദേവാദിലോകത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചിടും ദേഹം വിട്ടു മുക്തിമാർഗത്തിങ്കലെത്തിയിടും അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം ഭദ്രകാളി ശരണം സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. അമ്മയുടെ കാരുണ്യാതിരേകം കൊണ്ട് അമ്മയെ അറിയാൻ എന്ന ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞത്തിൻ്റെ മാഹാത്മ്യ പ്രഭാഷണം ഇന്ന് ആ ഭഗവതിയുടെ അവദാനങ്ങൾ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ആ മാഹാത്മ്യത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 69-ാമത്തെ ശ്ലോകം മുതൽ 82 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ നേരത്തെ പാരായണം ചെയ്തതും അതേപോലെ ഇപ്പോൾ ഭാഷാഗാനമായി ചൊല്ലി സമർപ്പിച്ചതും ഇപ്പോൾ ഇതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ പോണതും. അവിടെ ആ വസുദേവരുടെ അപേക്ഷ കേട്ട് നാരദ മഹർഷി ദേവീഭാഗവത കഥാകഥനം ആരംഭിച്ചു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പിന്നെ നവാക്ഷരി മന്ത്രം ജപിക്കുന്നതും അതേപോലെ ദുർഗാ സപ്തശതി സ്തവം ഇതൊക്കെ ചൊല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അങ്ങനെ ദേവീഭാഗവത കഥാകഥനം നാരദൻ ആരംഭിക്കുന്നു. പ്രഥമസ്കന്ധമാരഭ്യ ശ്രീനാരദമുഖോദ്ഗതം ശുശ്രാവ വസുദേവശ്ച ഭക്തിയാ ഭാഗവതാമൃതം. ഭാഗവത കഥാമൃതം, ദേവീഭാഗവത കഥാമൃതം, നാരദമുഖാരവിന്ദത്തിൽ നിന്നൊഴുകി വരുന്ന ദേവീഭാഗവത കഥാമൃതം. ആ നാരദ മഹർഷിയുടെ മുഖത്ത് നിന്ന് നിർഗളിച്ച നാരദമുഖോദ്ഗതം ഭാഗവതാമൃതം. ആ ദേവീഭാഗവതത്തിലെ പ്രഥമസ്കന്ധം മുതൽ തന്നെ വസുദേവര് ഭക്തിയാ ശുശ്രാവ, വളരെ ഭക്തിയോടുകൂടി അതിനെ കേട്ടു എന്ന് പറയുന്നു. അങ്ങനെ സപ്തമേന്ഹി കഥാപൂർത്തൗ പുസ്തകം വാചകം തഥാ പ്രസന്ന പൂജയാമാസ വസുദേവോ മഹാമനാ. ആ വസുദേവര് ഈ ദേവീഭാഗവതം 9 ദിവസം കൊണ്ടാണ് നാരദ മഹർഷി പാരായണം ചെയ്ത് സമർപ്പിച്ചത്, നവാഹമായിട്ട്. അപ്പോൾ അത് പൂർത്തിയായപ്പോൾ 9-ാമത്തെ ദിവസം സപ്തമേന്ഹി കഥാപൂർത്തവും, കഥ പൂർണ്ണമായും പാരായണം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഗ്രന്ഥത്തെയും ആ വക്താവിനെയും വേണ്ട പോലെ പൂജിച്ചു. പുസ്തകം വാചകം തഥാ. വാചകൻ എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആള്, അതാരാ? സാക്ഷാൽ നാരദൻ.
പ്രസന്ന പൂജയാമാസ, വളരെ സന്തോഷത്തോടു കൂടി പൂജിച്ചു ആ വസുദേവരെ എന്നും അവിടെ സൂചിപ്പിക്കുന്നു. മഹാമനസ്കനും പ്രസന്നനുമായ മഹാമന പ്രസന്ന വസുദേവ പൂജയാമാസ, വസുദേവൻ പൂജിച്ചു. അധ തത്ര വിലാസ്യന്ത കൃഷ്ണജാംബവതോർമൃധേ കൃഷ്ണമുഷ്ടി വിനിഷ്പാതശ്ലധാംഗോ ജാംബവാനഭൂൽ. ഇവിടെ ആ നവാഹം പൂർത്തീകരിച്ച സമയത്ത് ഗുഹയ്ക്കുള്ളിൽ ആ ബിലസ്യാന്തഃ, ബിലത്തിൻ്റെ അകത്ത് ശ്രീകൃഷ്ണനും ജാംബവാനും, ജനാർദ്ദനനും ജാംബവാനും തമ്മിലുള്ള ആ യുദ്ധം നടക്കുകയായിരുന്നു. ഈ സമയത്തോ ഇവിടെ ആ യജ്ഞം അങ്ങോട്ട് സമർപ്പിച്ചു, അവിടെയും യുദ്ധം സമർപ്പിക്കേണ്ട സമയമായി എന്ന് ഭഗവാന് തോന്നി. അപ്പം ഇത്രയും നേരം ജാംബവാൻ ഭഗവാനെ ഇടിക്കുകയായിരുന്നു. ഇപ്പോൾ ജനാർദ്ദനനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ജാംബവാനെ തൻ്റെ മുഷ്ടി ചുരുട്ടി, കൃഷ്ണമുഷ്ടി വിനിഷ്പാത ശ്ലധാംഗോ ജാംബവാനഭൂൽ, ദേഹം മുഴുവൻ സകല അംഗങ്ങളും തകർന്നുപോയി ജാംബവാൻ്റെ. ഭഗവാൻ തിരിച്ചൊരു ഇടിയെ കൊടുത്തുള്ളൂ. മുഷ്ടി കൊണ്ട് അർച്ചന ഇങ്ങോട്ടുണ്ടായി, അങ്ങടെ ഒരൊറ്റ ഇടിയാകുന്ന പ്രസാദം അങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി ജാംബവാൻ താഴെ വീണു. അഥാഗത സ്മൃതി സോഹി ഭഗവന്തം പ്രണമ്യ ച ഉവാച പരയാ ഭക്തിയാ സ്വാപരാധം ക്ഷമാപയൻ. അത് കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി ജാംബവാന് സ്മൃതി ഭ്രംശം ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്മൃതി വേണ്ടതുപോലെ തോന്നി. അങ്ങനെ അത്യന്തം ഭക്തിയോടുകൂടി പരയാ ഭക്തിയാ ഉവാച, പരമമായ ഭക്തിയോടുകൂടി പറഞ്ഞു, സ്വാപരാധം ക്ഷമാപയൻ, എൻ്റെ അപരാധം ക്ഷമിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. യാഥാർത്ഥ്യം മനസ്സിലായി ജാംബവാന്. എന്താ ആ യാഥാർത്ഥ്യം? ജ്ഞാതോസി രഘുവര്യസ്ത്വം യദ്രോഷാൽ സരിതാം പതിക്ഷോഭം ജഗാമലങ്കാം ച രാവണ സാനുഗോഹത. അതാണ് യാഥാർത്ഥ്യം. എന്ത്? ആരുടെ കോപം കൊണ്ടാണോ? യദ്രോഷാൽ സരിതാം പതി, സരിത്തുകളുടെ പതി സമുദ്രവും, അതേപോലെ ലങ്കയും ക്ഷോഭം ജഗാമ, ഇളകിമറിഞ്ഞു, ക്ഷോഭിച്ചു. രാവണനും പരിവാരങ്ങളും ഹതഹ, രാവണനും സാനുക ഹത, സാനുകൻ ആ എല്ലാവരോടും കൂടി പരിവാരങ്ങളോടും കൂടി കൊല്ലപ്പെട്ടു. ആ രഘുരാമൻ, ജ്ഞാതോസി രഘുവര്യസ്ത്വം, അങ്ങ് ആ രഘു ആകുന്ന ശ്രേഷ്ഠനാണ്, രഘുരാമനാണ് അവിടുന്ന് എന്ന് എനിക്ക് മനസ്സിലായി. അതാണിപ്പോൾ എനിക്ക് മനസ്സിലായത്. സ ഏവാസി ഭവാൻ കൃഷ്ണ മദ്ദൗരാജ്ഞം ക്ഷമസ്വഭോ ബ്രൂഹി യൽ കരണീയം മേ ഭൃത്യോഹം തവ സർവഥാ. അഹം തവ ഭൃത്യ, ഞാൻ അങ്ങയുടെ ഭൃത്യനാണ്. അതുകൊണ്ട് എന്താണോ ചെയ്യേണ്ടത്? ബ്രൂഹി യത് കരണീയം മേ, എന്നോട് പറയൂ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയൂ. മദ്ദൗരാജ്ഞം ക്ഷമസ്വഭോ, എൻ്റെ ആ മൂർഖത്വത്തെ, എൻ്റെ വിഡ്ഢിത്വത്തെ, എൻ്റെ ഈ അപകടത്തെയൊക്കെ ക്ഷമിക്കണേ. അവിടുന്ന് ആ കൃഷ്ണൻ, രാമചന്ദ്രൻ തന്നെയാണ് ഈ കൃഷ്ണൻ എന്ന് ഞാൻ തിരിച്ചറിയണു. സ ഏവാസി ഭവാൻ കൃഷ്ണ, ആ രാമൻ തന്നെയാണ് ഈ കൃഷ്ണൻ, ആ ശ്രീരാമൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് ഞാൻ തിരിച്ചറിയണു. രാമനാമവും കൃഷ്ണനാമവും മാറി മാറി ജപിച്ച് കാക്കൽ വീണ് നമസ്കരിച്ചു ജാംബവാൻ. ശ്രുത്വാ ജാംബവതോ വാചം അബ്രവീൽ ജഗദീശ്വര മണിഹേതുരിഹ പ്രാപ്ത വയമൃക്ഷപതേ ബിലം. ഹേ വൃക്ഷരാജനായിരിക്കുന്ന ആളെ, ജാംബവാനോട് പറയുകയാണ്. ജാംബവാന്റെ വാക്ക് കേട്ടപ്പോൾ ജഗദീശ്വരനായ ആ ജനാർദ്ദനൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ വന്നത് ഈ ബിലത്തിലേക്ക്, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്നറിയോ? ഈ രത്നത്തിന് വേണ്ടിയാണ്, ഈ സ്യമന്തകമണിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. വൃക്ഷരാജസ്തത പ്രീത്യ കന്യാം ജാംബവതീം നിജാം ദദൗ കൃഷ്ണായ സംപൂജ്യ സ്യമന്തകമണിം തഥാ. അങ്ങനെ ഭഗവാനെ വെണ്ട പോലെ പൂജിച്ചിട്ട് ജാംബവാൻ, വൃക്ഷരാജൻ തതപ്രീത്യാ സംപൂജ്യ, വളരെ സന്തോഷത്തോടു കൂടി പൂജിച്ചു. തന്നെയുമല്ല, തൻ്റെ പുത്രിയായ
നിജാം കന്യാം ജാംബവതിം സ്യമന്തകമണിം തഥാ ദദൗ. ആ സ്യമന്തകരത്നത്തെയും സ്ത്രീരത്നമായ ജാംബവതിയെയും അതേപോലെ സ്യമന്തകരത്നത്തെയും ഭഗവാന് നൽകി. സജ്ജനങ്ങൾ പറയാറുണ്ട്, ത്രേതായുഗത്തിൽ ഭഗവാന്റെ രാമാവതാരത്തിൻ്റെ സമയത്ത് ജാംബവതി രാമനെ ഭർത്താവായി കിട്ടാൻ മോഹിച്ചുവെന്നും ഏകപത്നി വ്രതധരനായതുകൊണ്ട് ഭഗവാൻ ആ ആഗ്രഹത്തെ അന്ന് തമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നെ സ്വീകരിക്കും, ഇപ്പോഴല്ല അടുത്ത അവതാരത്തിൽ, അതുവരെ നിനക്ക് ജരാനരകളില്ലാതിരിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു അത്രേ. ആ അനുഗ്രഹം ഇപ്പതാ അനുഭവമായി മാറി. അങ്ങനെ ആ ശ്രീകൃഷ്ണന് തൻ്റെ പുത്രിയായ ജാംബവതിയെ ജാംബവാൻ കൈപിടിച്ച് ഏൽപ്പിച്ചു. സാതാം പത്നിം സമാദായ സതാം പത്നിം സമാദായ മണിം കണ്ഠേ തഥാ ദധൽ അഭിമന്ത്ര്യക്ഷരാജം ച പ്രതസ്ഥേ ദ്വാരകാം പ്രതി. അവിടെ ആ പെൺകുട്ടിയെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു ഭഗവാൻ. സ്യമന്തകരത്നത്തെ തൻ്റെ കഴുത്തിൽ തന്നെ അണിഞ്ഞു ഭഗവാൻ. എന്നിട്ടോ വൃക്ഷരാജാവിനോട് അനുവാദം വാങ്ങി. അഭിമന്ത്ര്യക്ഷരാജം ച പ്രതസ്ഥേ ദ്വാരകാം പ്രതിം. എന്നിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു എഴുന്നള്ളി ഭഗവാൻ എന്ന് പറയുന്നു. ദ്വാരകയിൽ വന്നിട്ടോ കഥാസമാപ്തി ദിവസേ വസുദേവ ഉദാരധീ ബ്രാഹ്മണാൻ ഭോജയാമാസ ദക്ഷിണാഭിരതോഷയൽ. ദക്ഷിണയും ഭക്ഷണവും കൊടുത്ത് ബ്രാഹ്മണരെ മുഴുവൻ സന്തോഷിപ്പിച്ചു. എപ്പോഴാ? കഥാസമാപ്തി ദിവസേ. കഥ പൂർത്തിയായ, അല്ലെങ്കിൽ ശ്രീമദ് ദേവി ഭാഗവതം പാരായണം സമർപ്പിച്ച് ആ നാരദ മഹർഷിക്ക് ദക്ഷിണ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഉദാരമതിയായ ഉദാരധീ വസുദേവ, ഉദാരമായ ബുദ്ധിയോടുകൂടിയ വസുദേവര് ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് വേണ്ട പോലെ ഭക്ഷണം കൊടുത്തു. അതേപോലെ തന്നെ അവർക്ക് നിരവധിയായിട്ടുള്ള ദക്ഷിണയും കൊടുത്ത് സന്തോഷിപ്പിച്ചു. ആശീർവാദം പ്രയുഞ്ജാന ദ്വിജായൽ സമയേ ഹരി ആജഗാമ ക്ഷണേ തസ്മിൻ പത്നിയാ സഹ മണിം ദധൽ. ബ്രാഹ്മണൻ വസുദേവാദികളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്താണ് ആശീർവദിക്കാൻ തുടങ്ങുമ്പോൾ ആശീർവാദം പ്രയുഞ്ജാന, ആ സമയത്ത് കൃഷ്ണൻ ആജഗാമ, ശ്രീകൃഷ്ണൻ വന്നു. ആരോടുകൂടി? പത്നിയാ സഹാ മണിം ദധൽ, തൻ്റെ പത്നിയായ ജാംബവതിയോടുകൂടി ഈ സ്യമന്തകരത്നം കഴുത്തിലണിഞ്ഞും കൊണ്ട്, സ്യമന്തകരത്നത്തെയും സ്ത്രീരത്നത്തെയും കൊണ്ട് ഭഗവാൻ വന്നു എന്ന് പറയുന്നു. ഭാര്യായാ സഹിതം കൃഷ്ണം വസുദേവ പുരോഗമാം ദൃഷ്ട്വാ ഹർഷാശ്രുപൂർണാക്ഷ സമവാപു പരാമുദം. വസുദേവൻ തുടങ്ങിയ ആളുകൾക്ക് വസുദേവ പുരോഗമ ദൃഷ്ട്വ, ഈ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് സഭാര്യനായി, ഭാര്യാസഹിതം കൃഷ്ണം ദൃഷ്ട്വ, ഭാര്യയോടുകൂടിയുള്ള ശ്രീകൃഷ്ണനെ കണ്ടിട്ട് ഹർഷാശ്രുപൂർണാക്ഷ, ആനന്ദക്കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടുകൂടി അവിടെ പരാമുദം സമവാപു, വലിയ സന്തോഷത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. ദേവർഷിർ നാരദശ്ചാധ കൃഷ്ണാഗമന ഹർഷിത ആമന്ത്ര്യ വസുദേവം ച കൃഷ്ണം ബ്രഹ്മസഭാം യയോ. കൃഷ്ണാഗമനം കൊണ്ട് പിന്നെ നാരദനും വലിയ സന്തോഷമായി. വസുദേവരോടും കൃഷ്ണനോടും ആമന്ത്ര്യ, യാത്ര ചോദിച്ചിട്ട് ബ്രഹ്മസഭാം യയോ, ബ്രഹ്മസഭയിലേക്ക്, ആ സത്യലോകത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നും പറയുന്നു. ഹരിചരിതമിതം യൽ കീർത്തിതം ദുര്യശോഘ്നം പഠതി വിമലഭക്ത്യാ ശുദ്ധചിത്ത ശൃണോതി സഭവതി സുഖപൂർണ സർവദാ സിദ്ധികാമോ ജഗതി ച വപുഷോ അന്തേ മുക്തിമാർഗം ലഭേച്ച. ഹരിചരിതമിതം യൽ കീർത്തിതം ദുര്യശോഘനം, ആ യശസ്സിന് കളങ്കമാകുന്ന ദുഷ്കീർത്തി, ആ ദുഷ്കീർത്തിയെ നശിപ്പിക്കും ഭഗവാൻ ശ്രീഹരിയുടെ ഇതം ചരിതം, ഈ കഥ. അപ്പൊ തെളിഞ്ഞ ഭക്തിയോടുകൂടി, വിമല ഭക്തിയാ ശുദ്ധചിത്ത പഠതി ശൃണോതി, വിമലമായ തെളിഞ്ഞ ഭക്തിയോടുകൂടിയും
ശുദ്ധമായ മനസ്സോടും കൂടി ഇതിനെ പഠിക്കുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുകയോ ശൃണോതി കേൾക്കുകയോ ചെയ്താൽ സ ഭവതി സുഖപൂർണ, അയാൾ സുഖത്തെ നേടും, പരിപൂർണമായ സുഖം ഉണ്ടാവും. സർവദാ സിദ്ധികാമോ, എല്ലാ കാമങ്ങളും സിദ്ധിക്കും, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ജഗതിച്ച വപുഷോന്തേ, അവസാനം ഈ ലോകത്തുള്ള അഭിലാഷങ്ങളൊക്കെ സാധിച്ച് അവസാനം മുക്തിമാർഗം ലഭേച്ഛ, ആ മുക്തിമാർഗത്തിലേക്ക് അവൻ എത്തുകയും ചെയ്യും എന്ന് പറയുന്നു. സമന്തകോപാഖ്യാനം കഥ ഭാഗവതത്തിൽ പറയുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ദുഷ്കീർത്തിയും ദുരിതം, ദുഷ്കീർത്തിയും ദുരിതവുമൊക്കെ ഇല്ലാതെയാവും സമന്തകരത്നത്തിൻ്റെ ഈ ഹരികഥ കേട്ടാൽ എന്ന് പറയുന്നു. അത് തന്നെ ഇവിടെയും ദേവീ ഭാഗവത മാഹാത്മ്യത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 82-ാമത്തെ ശ്ലോകമായി സമർപ്പണ ശ്ലോകമായി പറയുന്നു. അങ്ങനെ മാനസഖണ്ഡത്തിൽ, സ്കന്ദപുരാണം മാനസഖണ്ഡത്തിൽ 2-ാമത്തെ അധ്യായവും അവിടെ പൂർത്തിയാവുന്നു. നാളെ നമുക്ക് 3-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. സ്കന്ദാഗസ്ത്യ സംവാദം ആണത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴൽ
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.